കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ വിദ്യാർത്ഥി മരിച്ച കൃത്യം 100-ാം ദിവസം ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. ഹൈക്കോടതിയും തുടർന്ന് സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ കീഴടങ്ങുകയല്ലാതെ മറ്റു നിയമപരമായ വഴികളൊന്നുമില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച രാത്രി സഹോദരിക്കും അഭിഭാഷകൻ ലത്തീഫ് വടകരനുമൊപ്പം കണ്ണൂരിലെത്തി കീഴടങ്ങാൻ വരുന്നതിനിടയിലാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നത്. നിതിൻ രാജിന്റെ മരണവാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ കണ്ണൂരിൽ നിന്ന് തീവണ്ടി മാർഗം ഉത്തർപ്രദേശിലെ വാരണാസിയിലേക്ക് കടന്ന റാം പിന്നീട് മാസങ്ങളോളം വിവിധ സംസ്ഥാനങ്ങളിലായി നീണ്ട ഒളിവ് ജീവിതമാണ് നയിച്ചത്. വാരണാസിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം സ്വന്തം നാടായ ആന്ധ്രാപ്രദേശിലെ 8ഓളം ഉൾനാടൻ ഗ്രാമങ്ങളിൽ മാറിയും മറഞ്ഞും ഇയാൾ താമസിച്ചു. ജാമ്യം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണ സംഘം ആന്ധ്രയിൽ ക്യാമ്പ് ചെയ്ത് തിരച്ചിൽ ഊർജിതമാക്കിയതോടെ കർണാടകയിലേക്ക് കടക്കുകയും കുടകിന് സമീപമുള്ള ഗുണ്ടൂർ ഗ്രാമത്തിൽ താവളമടിക്കുകയുമായിരുന്നു. മലയാളികൾ ആരും തന്നെ ഇല്ലാത്ത ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ബന്ധുവിന്റെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ കഴിഞ്ഞിരുന്ന ഇയാൾ പകൽ സമയങ്ങളിൽ ഗ്രാമീണ ക്ഷേത്രങ്ങളിൽ സമയം ചെലവഴിക്കുകയും രാത്രികാലങ്ങളിൽ വാടക മുറിയിലോ താൽക്കാലിക വീടുകളിലോ താമസിക്കുകയുമായിരുന്നു രീതി. പോലീസിന്റെയും അന്വേഷണ സംഘത്തിന്റെയും കണ്ണുവെട്ടിക്കാനായി സ്ഥിരമായി ചെയ്തിരുന്ന ക്ലീൻ ഷേവ് ഉപേക്ഷിച്ച് വെളുത്ത താടി നീട്ടി വളർത്തുകയും മുടിയുടെ നിറവും വസ്ത്രധാരണ രീതിയും അടിമുടി മാറ്റുകയും ചെയ്തു. അപരിചിതരായ ആളുകളെ ഗ്രാമങ്ങളിൽ കണ്ടാൽ പോലീസ് ആണെന്ന നേരിയ സംശയത്തിൽ തന്നെ ഗ്രാമീണ ബസ്സുകളിൽ അടുത്ത ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് താവളം മാറ്റാനും ഇയാൾ ശ്രദ്ധിച്ചിരുന്നു. ഡിജിറ്റൽ ലൊക്കേഷൻ പോലീസിന് ലഭിക്കാതിരിക്കാൻ ഒളിവ് കാലത്ത് ഒരു തവണ പോലും സ്വന്തം മൊബൈൽ ഫോൺ ഓൺ ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്തിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന ബന്ധുവിന്റെയും സുഹൃത്തുക്കളുടെയും ഫോണുകൾ വഴി മാത്രമാണ് വീട്ടുകാരുമായും അഭിഭാഷകരുമായും ബന്ധപ്പെട്ടിരുന്നത്. പണമിടപാടുകളിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നോ ATMകളിൽ നിന്നോ പണം പിൻവലിക്കാതെ കയ്യിൽ കരുതൽ ധനമായി കരുതിയിരുന്ന 1 ലക്ഷം രൂപ മാത്രമാണ് ചെലവുകൾക്കായി ഉപയോഗിച്ചത്. അറസ്റ്റിലായ ശേഷം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിൽ ഡോക്ടർ റാം പലപ്പോഴും പൊട്ടിക്കരയുകയും കുറ്റം പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്തു. നിതിൻ രാജിനെ മാനസികമായി പീഡിപ്പിച്ചിട്ടില്ലെന്നും ഒരു അധ്യാപകന്റെ ചുമതല മാത്രമാണ് നിർവഹിച്ചതെന്നും ഇയാൾ അവകാശപ്പെട്ടു. വിദ്യാർത്ഥികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്നും കർശനമായി പെരുമാറാറുണ്ടെങ്കിലും സ്നേഹം പുറത്തു കാണിക്കാറില്ലെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു. താനും OBC വിഭാഗത്തിൽപ്പെട്ടയാളായതിനാൽ വിദ്യാർത്ഥികളുടെ ജാതി തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും പ്രതി വാദിച്ചു. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് കീഴടങ്ങാൻ കണ്ണൂരിലേക്ക് വരുമ്പോഴാണ് ഡോക്ടർ റാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിയുടെ ജാതി റാം അറിഞ്ഞിരുന്നില്ല, ജാതി അധിക്ഷേപം നടത്തിയിട്ടുമില്ല എന്ന് റാമിന്റെ അഭിഭാഷകൻ ലത്തീഫ് വടകനൂരും വ്യക്തമാക്കി. അതേസമയം പ്രതിയെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഊർജിതമായ നീക്കങ്ങളാണ് നടത്തിയതെന്നും അന്വേഷണത്തിന് പോലീസിന് യാതൊരുവിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കിയ ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാൽ കേസുമായി ബന്ധപ്പെട്ട മറ്റു കൂടുതൽ വിവരങ്ങൾ തുടരന്വേഷണത്തിന് ശേഷം പുറത്തുവിടുമെന്നും അറിയിച്ചു.